ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സോൺ. ഇന്ന് നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ. ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ കേടുവന്ന് നിൽക്കുകയാണ്. കേടുവന്ന് നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ കേടായതല്ല കേട്ടോ, പരിചരണം കുറവായിട്ട് ആകെ ക്ഷീണിച്ചിട്ട് അവശരായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ ചെടിയൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ, നിറച്ചിലയായിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ വളം ചെയ്യലിൻ്റെ കുറവുകൊണ്ടാണ് അതിങ്ങനെ ആകെ ആടി വളഞ്ഞ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണുള്ളത്. ഗ്രൗണ്ട് ഓർക്കിഡും അതെ, പൂവ് കുറവാണ്. പൂ കുറവെന്ന് പറഞ്ഞാൽ പോഷകാഹാരത്തിൻ്റെ കുറവുകൊണ്ട് ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. ആകെ ഒന്നും രണ്ടും ഒക്കെ ഷൂട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ പിങ്ക് കളറിലുള്ള തെച്ചിയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. നിറയെ പൂവുണ്ടാവും. ഇങ്ങനെ ഇല കാണാതെ അത്രയും കൊലകൊലയായിട്ട് പൂവുണ്ടാവുന്നൊരു ചെടിയാണ് ഇത്. വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന നീല കുഞ്ഞു പൂവുണ്ടാവുന്ന ചെടിയാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഈ പൂവിനൊരു പ്രത്യേകത ഉണ്ട്. നല്ല വെയിലാവുമ്പോഴേക്കും അതങ്ങ് വാടിപ്പോവും. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായിട്ട് വരും. നല്ലൊരു ചെടിയാണ്, വലിയ പരിചരണങ്ങളൊന്നും വേണ്ടാത്തൊരു ചെടി. ഇത് കുറച്ച് കളർ ചെടികൾ ഞാൻ ചട്ടിയിൽ വെച്ച് നോക്കിയായിരുന്നു. അതാണ് ഇത്. നാരകത്തൈ അതിൻ്റെ ഇടയിൽ മുളച്ച് വന്നതാണ്. ഇത് സ്ട്രോബെറി പേരയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിൽ നിറയെ കായ ഉണ്ടാവുന്നു. നമ്മുടെ സ്ട്രോബെറിയുടെ അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പേരയ്ക്ക. കണ്ടോ, കുഞ്ഞു പേരയ്ക്ക. പക്ഷെ നിറയെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. 2 വർഷമൊക്കെ ആവണേ ഉള്ളൂ ഞാൻ മേടിച്ച് വെച്ചിട്ട്. ഇതിലാദ്യം ഉണ്ടായതാണ് ഈ പേരയ്ക്ക. പക്ഷേ ഇതെങ്ങനെ കേട് വരുന്നുണ്ട്. കേടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മൾ പേരയ്ക്ക ഉണങ്ങിപ്പോകുന്നൊരു കേടുണ്ടായിരുന്നല്ലോ, നമ്മുടെ നാടൻ പേരയ്ക്കൊക്കെ. അതുപോലെ ഒരു കറുത്ത കളർ വന്നിരിക്കുക. അപ്പോൾ ഇത് എന്തെങ്കിലും അസുഖമാണോ എന്താണെന്ന് അറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ചട്ടിയിൽ വെച്ച കുറച്ച് കളർ ചെടികളാണ്. അതൊക്കെ ഇപ്പോൾ പ്രൂണിങ്ങിൻ്റെ സമയമായതുകൊണ്ട് ഒക്കെ അത്ര ഭംഗിയില്ലാതെ ആയിപ്പോയി. പിന്നെ നമ്മുടെ ഒരു ഇലച്ചെടിയാണ്. അതിനി എനിക്ക് വളരാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അത്രയും നിറച്ചായിട്ടുണ്ട്. നിറയെ തൈകൾ വന്നിട്ടുണ്ട്. റീപോട്ടിങ്ങിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനായിട്ടാണ്, വെള്ളയും പച്ചയും. ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. ഇതിൻ്റെ ഇലയുടെ നീരെടുത്തിട്ട് മുറിയൊക്കെ ആകുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറി ഉണങ്ങും. മുറി ഇങ്ങനെ കൂടി പോകും. നല്ലൊരു മെഡിസിനൽ പ്ലാന്റാണ് ഇത്. നമ്മുടെ യൂഫോബിയയുടെ പുതിയ വെർഷനാണ്. യൂഫോബിയയുടെയൊക്കെ നല്ല മുള്ളുണ്ടല്ലോ, ഇതിന് മുള്ളില്ല തന്നെ. ഇലയും പൂവും യൂഫോബിയയുടെ പോലെയാണ്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. യൂഫോബിയ നിറയെ കൊലകൊലയായിട്ട് പൂവുണ്ടാവും. ഇത് 1-2 പൂവൊക്കെയാണ് ഒരു കൊലയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ നിറയെ കമ്പും ചില്ലയായിട്ട് അതിലൊക്കെ ഇങ്ങനെ പൂവായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കനകാമ്പരത്തിൻ്റെ തൈയാട്ടോ, നമ്മുടെ നാടൻ കനകാമ്പരം. ഒരു ചെടിയുണ്ട്, അതിൻ്റെ വിത്ത് വീണ് മുളച്ചതാണ്. നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റേ മഴയൊക്കെ പെയ്തപ്പോൾ ആകെ കേടുവന്ന് ഇങ്ങനെ ജീവിക്കണോ മരിക്കണോ എന്ന് ഉള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എൻ്റെ പരിചരണത്തിൻ്റെ ഒരു കുറവ്. ഈ ചെടി നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. പക്ഷെ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാനാണ് കുറച്ചുകൂടെ നല്ലത്. നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ്. ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കണ്ടിട്ടാണ് ഒരു കഷ്ണം കൊടുന്ന് വെച്ചത്. അപ്പോൾ നന്നായിട്ട് വളർന്നുണ്ടെങ്കിൽ അത് ഇൻഡോർ പ്ലാന്റ് ആക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി വരും. ഇത് നമ്മുടെ ഓറഞ്ച് കളറിലെ ചെമ്പരത്തിയാണ്. പിന്നെ ഇത് നമ്മുടെ ബിഗോണിയൻ. ഞാൻ ബിഗോണിയയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല നിറയെ പൂക്കളുള്ള ബിഗോണിയയുടെ ഒരു കുറച്ച് വലിയൊരു വീഡിയോ, നല്ല രസമായിട്ടുള്ളതായിരുന്നു. ഇത് ഇലകൾക്ക് പ്രാധാന്യമുള്ള ബിഗോണിയാണ്. ഇതിന് പൂവുണ്ട് കണ്ടോ, വൈറ്റ് ഷെയ്ഡിൽ. പക്ഷെ ഇതിനത്ര ഭംഗിയില്ല. ശരിക്കും മറ്റേ പൂക്കളുള്ള ബിഗോണിയയുടെ അത്ര ഭംഗി ഇതിനില്ല. ഇതിൻ്റെ ഇലയ്ക്കാണ് ഭംഗി. ഈ പച്ചയും ബിഗോണിയ തന്നെയാണ്. പക്ഷേ ഈ ബിഗോണിയ ഈ പച്ച ഇല നമ്മൾ കുറച്ചൊന്ന് വളമൊക്കെ ചെയ്തുകൊണ്ട് ചെങ്ങ് വലിയ ഇലയായിട്ടും കൂടി വളരും. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗിയില്ല. പക്ഷേ കുഞ്ഞിലയായിട്ട് നിൽക്കുമ്പോൾ രസമുണ്ട്. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല. ഇത് ഞങ്ങളുടെ കൂടെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉണ്ട്. അധികം പൂക്കളൊന്നും ഉണ്ടാവില്ല, പക്ഷേ എന്നും പൂക്കളുണ്ടാവും. എന്നും ഒരു 4-5 പൂവ് അതിൻ്റെ മീതെ ഉണ്ടാവും. അതിൻ്റെ കമ്പിൻ്റെ നടുക്കുന്ന പൂവ് വരിക കണ്ടോ, കമ്പിൻ്റെ അറ്റത്തല്ല. ഇത് ഡോളർ പ്ലാന്റ് ആണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. ഇത് വെള്ളത്തിലും നന്നായിട്ട് വളരും. പിന്നെ എൻ്റെ അടുത്തുള്ളത് കുറച്ച് അഡീനിയം പ്ലാന്റ്സ്. ഒരു 2-3 അഡീനിയേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ വെട്ടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് ചെടികളാണുള്ളത്. പിന്നെ ഒരു ജറബറയുടെ ഒരു 1-2 എണ്ണം ഉണ്ട്. അതൊക്കെ റീപോട്ടിങ്ങിനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ കാണിച്ചു തന്ന നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു എന്താ പറയുക, കള്ളിച്ചെടി. ഇതിനെയും ശരിക്കും പറഞ്ഞാൽ ഒന്ന് റീപോട്ടിങ്ങിന് ആവശ്യമാണ്. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒടിഞ്ഞു തൂങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെയുള്ളതൊരു കളർ ചെടിയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു കളർ ചെടി കേട്ടോ, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.